ദ ജേർണലിസ്റ്റിലേക്ക് ഇറാന് നേരെ ഒരു യുദ്ധം നടത്താൻ കഴിയാതെ കൊണ്ടുവന്ന പടക്കപ്പലുകൾ ഉപ്പുകാറ്റിന് വിറ്റുകൊടുത്ത് സമുദ്രത്തിലിട്ട് അങ്ങനെ നോക്കിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കൂടെ നിൽക്കുമെന്ന് വിചാരിച്ച ഒരൊറ്റ അറബ് രാജ്യങ്ങളും യുദ്ധത്തിന് വേണ്ടി അമേരിക്കയ്ക്ക് പിന്തുണ കൊടുക്കില്ല എന്ന് തീർത്തു പറഞ്ഞു കഴിഞ്ഞു. ബ്രിട്ടനും അമേരിക്കയെ കൈവിട്ടു. കൂടെയുള്ള ജോർദാനാകട്ടെ ഇറാൻ ആഞ്ഞൊരടിയടിച്ചാൽ തകർന്നു തരിപ്പണമാകുമെന്ന ഘട്ടത്തിൽ തന്നെയാണ്. ഇസ്രായേലും ഇനി ഇറാൻ ഇങ്ങോട്ട് ആക്രമിക്കാതെ അങ്ങോട്ടൊരാക്രമണം ഇല്ല എന്ന മട്ടിൽ കൃത്യമായ പ്രഖ്യാപനവും നടത്തി പിൻവലിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ യുദ്ധഭീതി സൃഷ്ടിക്കുന്ന വിധത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ കിടന്ന് അലമുറയിടുന്നത് എന്ന് ചോദിച്ചാൽ, ലോകശക്തി പരിവേഷം നഷ്ടമാകുമെന്ന ഭീതി ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് മറുപടി പറയേണ്ടി വരും. ട്രംപ് ഇപ്പോൾ കരുതുന്നത് ഞാൻ ഇത്ര കിടന്ന് മുക്രയിട്ടിട്ടും എന്തുകൊണ്ട് ഇറാൻ കീഴടങ്ങുന്നില്ല എന്നായിരിക്കാം. ആയത്തുള്ള അലി ഖാംനെയി എന്ന നേതാവിനെ വധിക്കാനുള്ള പദ്ധതി പാളി, മകനെ വധിക്കാനുള്ള പദ്ധതി പാളി, ഇറാനിൽ ആഭ്യന്തര കലാപം നടത്താനുള്ള പണി പാളി, ഇറാനിലെ പ്രക്ഷോഭകർക്ക് പിന്തുണ കൊടുക്കാൻ റെഡിയാക്കി വെച്ച സൈന്യത്തെ പിന്തിരിപ്പിക്കേണ്ടി വന്നു. അതുപോലെ തന്നെയാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ പടക്കപ്പലായ USS എബ്രഹാം ലിങ്കൺ തിരിച്ചു കൊണ്ടുവരാൻ കഴിയാതെ അവിടെ തന്നെ നിർത്തിയിടേണ്ട ഏറ്റവും വലിയ ഗതികേടും ട്രംപിനെ തേടിയെത്തുന്നത്. ഇതിനിടയിൽ ട്രംപിന് ഇടുത്തിയാകുന്ന മറ്റൊരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ട്രംപ് നിരുപാധികം പിന്തുണ കൊടുത്ത ഇറാനിലെ പ്രക്ഷോഭകരെ ഇറാൻ്റെ ഇൻ്റലിജൻസും സൈന്യവും ചേർന്ന് തെരഞ്ഞുപിടിച്ച് ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതായത് ഇറാനിൽ ആഭ്യന്തര യുദ്ധമുണ്ടായ സമയത്ത്, ആ യുദ്ധം കൊടുമ്പിരി കൊണ്ട സമയത്ത്, ആഭ്യന്തര കലാപത്തിൻ്റെ പേരിൽ ഇറാനിലെ നിരവധി പ്രവിശ്യകളിൽ വലിയ സംഘർഷങ്ങളും തീവെപ്പും കൊലപാതകവും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരുന്ന നേരത്ത് ഇറാൻ്റെ ഇൻ്റലിജൻസും സൈന്യവും ചേർത്ത് അതിശക്തമായി ഈ പ്രക്ഷോഭകരെയെല്ലാം അടിച്ചമർത്തി ട്രംപിൻ്റെ സകല നീക്കങ്ങളും പൊളിച്ചുവെന്നും അത് ഭയാനകമായ നിലയിലുള്ള ഒരു മരണസംഖ്യയുടെ കണക്ക് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എന്നുമുള്ള റിപ്പോർട്ടുകളാണ് പല മാധ്യമങ്ങളും മനുഷ്യാവകാശ സംഘടനകളും പുറത്തുവിടുന്നത്. കഴിഞ്ഞ ദിവസം റോയിറ്റേഴ്സിനെ ഉദ്ധരിച്ച് ചില മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് ഏതാണ്ട് 50,000-ഓളം പേരെ ഇറാനിൽ പ്രക്ഷോഭം നടത്തിയതിൻ്റെ പേരിൽ ഇറാൻ ഭരണകൂടം കൊന്നുതള്ളി എന്നാണ് പറയുന്നത്. എന്നാൽ ചില മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നത് 90,000-ലധികം ആളുകൾ, അതായത് ഏതാണ്ട് 100,000-നടുത്ത ആളുകൾ അവിടെ മരിച്ചു വീണിട്ടുണ്ട് എന്നാണ്. ഇത് അനൗദ്യോഗിക കണക്കാണ്. മനുഷ്യാവകാശ സംഘടനകളും ചില സന്നദ്ധ സംഘടനകളും നടത്തിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് അതുപോലെ തന്നെ മറ്റ് പല പ്രവിശ്യകളും കേന്ദ്രീകരിച്ച് നടത്തിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വലിയ ഒരു മരണസംഖ്യയുടെ ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തു വന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇറാൻ മനുഷ്യത്വ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി ഇറാനിൽ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊന്നും പറയണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തീവ്ര വലതുപക്ഷ സയനിസ്റ്റ് ക്യാമ്പയിനുകളുടെ പിന്തുടർച്ചക്കാരായിട്ടുള്ള ആളുകൾ നിരന്തരമായ ക്യാമ്പയിനുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്കറിയാം, ഗസയിൽ ഇസ്രായേലിൻ്റെ നേതൃത്വത്തിൽ അതിക്രൂരമായ പൈശാചികമായ കൊലപാതക പരമ്പരകൾ അണിനിരന്നപ്പോൾ ഒരു അക്ഷരം പോലും മിണ്ടാതെ വാ പൂട്ടിയിരുന്ന ആളുകളാണ് ഇപ്പോൾ ഇറാനിൽ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു, അല്ലെങ്കിൽ അവിടെ വലിയ തോതിലുള്ള കൊലപാതകങ്ങൾ ഉണ്ടാകുന്നു, ഭരണകൂടം സാധാരണക്കാരെ കൊന്നു തള്ളുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രശ്നവുമായി ഇറങ്ങിയിരിക്കുന്നത്. ആദ്യമേ പറയട്ടെ, പിഞ്ചു കുഞ്ഞുങ്ങളെ ഇസ്രായേൽ കൊന്നു തള്ളിയതുപോലെ ഇറാനിൽ എവിടെയും കൊന്നു തള്ളിയതായി റിപ്പോർട്ടുകൾ വരുന്നില്ല. പക്ഷേ ചില ഭയാനകമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിലൊന്ന്, സൈന്യം സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് വെടിവെച്ച് കൊല്ലുന്നു എന്നുള്ളതാണ്. 2, ഖാംനെയിയുടെ ചിത്രം കത്തിച്ച് സിഗരറ്റ് വലിച്ച സ്ത്രീകളുടെ വിരലുകൾ വെട്ടിക്കളയുന്നു എന്നാണ്. 3, സ്വതന്ത്ര കലാകാരന്മാരെ, അതായത് ആയത്തുള്ള അലി ഖാംനെയിക്കും അവിടുത്തെ ഇറാനിലെ ഭരണകൂടത്തിനുമെതിരെയൊക്കെ പല രീതിയിലുള്ള ഈ കലാരൂപങ്ങൾ, അതായത് അവരെ കളിയാക്കുകയും അവരെ സ്ഥാനഭ്രഷ്ടരാക്കണം, അവരെ ഇല്ലായ്മ ചെയ്യണം എന്ന മട്ടിൽ ഈ കലാപകാരികൾക്ക് ആവേശം പകരുന്ന വിധത്തിൽ പാട്ടുപാടുകയും മറ്റു പല രൂപത്തിലുള്ള കലാരൂപങ്ങൾ നൃത്തം ചെയ്യുകയും അല്ലെങ്കിൽ നാടകങ്ങൾ അവതരിപ്പിക്കുകയൊക്കെ ചെയ്ത കലാകാരന്മാരെ കൊന്നുതള്ളുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഉയരുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പരാതി. അവിടുത്തെ ഇസ്ലാമിക ഭരണകൂടം ലോകത്തിലെ ഏറ്റവും പൈശാചികമായൊരു ഭരണകൂടമാണ് എന്ന മട്ടിലൊക്കെ പല വാർത്തകളും വരുന്നുണ്ട്. ഇന്ന് മറുനാടൻ്റെ ഓൺലൈനിൽ അത്തരത്തിൽ ഒരു വലിയ വാർത്തയും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതിൽ അത്ഭുതമൊന്നും തോന്നണ്ട. കാരണം പലസ്തീനിൽ മരിച്ചു വീണ കുഞ്ഞുങ്ങൾ അവർ മരിക്കേണ്ടവരാണ് എന്ന് പറഞ്ഞ ഓൺലൈൻ സങ്കേതങ്ങളാണ് ഇപ്പോൾ ഇറാനിൽ അവിടുത്തെ രാജ്യവിരുദ്ധരെ അടിച്ചമർത്തുമ്പോൾ
അതിനെതിരെ ഇത്തരം കരച്ചിലുമായി വരുന്നത്. ഞാൻ ആദ്യമേ ഒരു കാര്യം പറയട്ടെ, സ്ത്രീകൾക്കെതിരായ ആക്രമണം, കുട്ടികൾക്കെതിരായ ആക്രമണം ഒന്നും അംഗീകരിക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ മറ്റൊരു കാര്യം ഇതോടൊപ്പം ചേർത്ത് പറയേണ്ടത്, ഇറാൻ എന്ന രാജ്യത്തെ സംബന്ധിച്ച് ആ രാജ്യത്തിൻ്റെ ഭരണത്തെ അസ്ഥിരപ്പെടുത്താനും ആ രാജ്യത്തിൻ്റെ ഭരണം താഴെയിടാനും ആ രാജ്യത്തെ തകർക്കാനുമൊക്കെ ആ രാജ്യത്തിനുള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്നവരെ ആ രാജ്യം പിന്നെ എന്താണ് ചെയ്യേണ്ടത്? അവിടുത്തെ ഭരണകൂടം എന്താണ് ചെയ്യേണ്ടത്? നമുക്കറിയാം, അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഒരു സുദീർഘമായ പദ്ധതി ഉണ്ടാക്കുന്നു. ആ പദ്ധതി എന്ന് പറയുന്നത് എന്താണ്? 10ലധികം ഇൻ്റലിജൻസ് ഏജൻസികളെ, 10ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ഇൻ്റലിജൻസ് ഏജൻസികളെ കൂട്ടുപിടിച്ച് അവർക്ക് വിദേശ പരിശീലനം കൊടുത്ത് ആ പരിശീലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കി അവരെ ഇറാനിലേക്ക് സൂക്ഷ്മമായി നുഴഞ്ഞു കയറ്റി വിടുകയാണ്. അമേരിക്കയും ഇസ്രായേലും ചെയ്തു എന്ന് കണ്ടെത്തിയത് IRGC എന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് ആണ്. അപ്പോൾ അങ്ങനെ ഇവരെ അവിടേക്ക് കടത്തിവിട്ടിട്ട് അവിടെ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാക്കുക. ആഭ്യന്തര കലാപം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ജൻസി കലാപം എന്ന രീതിയിൽ പോലും അതിനെ വ്യാപിപ്പിക്കുക. അതിനുശേഷം ഈ കലാപത്തിനിടയിൽ അവിടെയുള്ള ആളുകളെ കൊല്ലുക. ആദ്യഘട്ടത്തിൽ ഒരു യുവ വ്യവസായി ഉൾപ്പെടെ ആദ്യ 10 മരണങ്ങൾ ഇറാനിലുണ്ടായ സമയത്ത്, ഈ കലാപത്തിൻ്റെ ഭാഗമായി ഉണ്ടായ സമയത്ത് അവിടുത്തെ ഇൻ്റലിജൻസ് നടത്തിയ പരിശോധനയിൽ ഈ കലാപം വ്യാപിക്കുന്നതിന് കാരണമായി ഒരു യുവ വ്യവസായി കൊല്ലപ്പെട്ടതായി കണ്ടെത്തിയിരുന്നു. ആ യുവ വ്യവസായിയുടെ മരണം പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ഉണ്ടായ വെടിവെപ്പിൻ്റെയോ ലാത്തി ചാർജിൻ്റെയോ ഒന്നും ഭാഗമായി ഉണ്ടായതല്ല. അതിന് പിന്നിൽ ദുരൂഹതയുണ്ട് എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ഇറാൻ്റെ ഇൻ്റലിജൻസ് കണ്ടെത്തിയതായി വാർത്തകളുണ്ടായിരുന്നു. അതിന്മേൽ പിടിച്ചു തുടങ്ങിയ അന്വേഷണത്തിലാണ് ഇത്രയും വലിയ ഒരു നെറ്റ്വർക്ക് ഇറാനുള്ളിൽ, ഇറാനിലെ ജനങ്ങളെ ചേർത്തുകൊണ്ട് ഇറാനെ തകർക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഇൻ്റലിജൻസും IRGCയും കണ്ടെത്തിയത്. സ്വാഭാവികമായ ഒരു ഇസ്ലാമിക രാജ്യമാണ്, അവിടുത്തെ ശിക്ഷാരീതികൾ കടുത്തതാണ്. അത് ഇറാനിൽ മാത്രമല്ല, നമുക്കറിയാവുന്ന പല അറബ് രാജ്യങ്ങളിലും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയാൽ അത് അതിക്രൂരമായ ശിക്ഷാരീതികൾ അവിടെ ഉണ്ടാകാറുണ്ട്. അത് കേട്ടിട്ടുണ്ട് നമ്മൾ. എനിക്ക് നേരിട്ട് അറിയില്ല, പക്ഷേ ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടങ്ങളിലൊക്കെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മതവിരുദ്ധമായിട്ട് ചെയ്യുന്ന, ഇസ്ലാമിനെതിരായി പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയ ശിക്ഷകളാണ്. അപ്പോൾ അതൊരു ഇസ്ലാമിക രാജ്യമാണ്, ഇസ്ലാമിക് റിപ്പബ്ലിക് ആണ് എന്ന് അറിഞ്ഞിട്ട് അവിടുത്തെ നിയമങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനെതിരെ പ്രവർത്തിച്ചാൽ ഇന്നിന്ന ശിക്ഷകൾ കിട്ടുമെന്ന് അറിഞ്ഞിട്ട് അത് തന്നെ ചെയ്യുന്നവർക്ക് പിന്നെ എന്തായിരിക്കും കിട്ടുക? അവരെ പരമോന്നത ബഹുമതി കൊടുത്ത് ആയത്തുള്ള അലി ഖാംനെയി നേരിട്ട് ആദരിക്കുമെന്ന് വിചാരിച്ചിട്ടാണോ ഇവർ അമേരിക്കയുടെയും ഈ പറയുന്ന മറ്റ് പാശ്ചാത്യ ശക്തികളുടെയും എന്താ പറയുക, അവരുടെ ചാരപ്പണി ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് ആ രാജ്യത്തിനെതിരെ തിരിയുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ടും ആയത്തുള്ള അലി ഖാംനെയി പറഞ്ഞതാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരം, നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മാഭിമാനം, അത് തകർക്കാൻ ശ്രമിക്കുന്ന ഒരാളെയും വെറുതെ വിടില്ല എന്നുള്ളതാണ്. അപ്പോൾ പാശ്ചാത്യ ശക്തികൾ പുറത്തുനിന്ന് ഇറാനെതിരെ ആക്രമിക്കാൻ നിൽക്കുന്നത് പോലെയല്ല ആ രാജ്യത്തിനുള്ളിൽ നിന്നുകൊണ്ട് ആ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നത്. അത് മാപ്രഹിക്കാത്ത കുറ്റമായിട്ട് ആ രാജ്യം പരിഗണിക്കും. ഈ സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുന്നു എന്ന വാദത്തെ അതിനെ ന്യായീകരിക്കുകയല്ല കേട്ടോ. അത്തരം പ്രവർത്തനങ്ങളൊക്കെ എതിർക്കപ്പെടേണ്ടതാണ്. അതൊരു ശിക്ഷാരീതിയാണെങ്കിൽ ഇത് കാടത്തമാണ്. ഇത് ചില മാധ്യമങ്ങൾ പറയുന്ന പറച്ചിലാണ്. പാശ്ചാത്യ മാധ്യമങ്ങളും വാർത്താ ഏജൻസികളുമാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ ഈ കൊലപ്പെടുത്തുക എന്ന് പറയുന്നത്, വധിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു പക്ഷേ ആ രാജ്യത്തിൻ്റെ നിയമമായിരിക്കാം. എന്തായാലും ഏതാണ്ട് 1 ലക്ഷത്തിലധികം ആളുകൾ, 1 ലക്ഷത്തോളം ആളുകളെ, 90,000-നും 1 ലക്ഷത്തിനും ഇടയിൽ ആളുകളെ ഇറാൻ ക്രൂരമായി കൊലപ്പെടുത്തി, വധിച്ചു എന്ന് പറയുന്നത് ലോകത്തിന് വലിയ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇത്രയധികം ആളുകളെ ഇറാൻ്റെ ഭരണകൂടത്തിനെതിരെ ചാരപ്രവൃത്തിയിൽ ഏർപ്പെടുത്തി പ കലാപമുണ്ടാക്കി ആ ഭരണം അട്ടിമറിക്കാൻ വേണ്ടി അമേരിക്ക നിയോഗിച്ചിരുന്നു, അല്ലെങ്കിൽ അമേരിക്കയുടെ സമ്മർദ്ദ ഫലമായി ഇത്രയധികം ആളുകൾ അതിൽ നേരിട്ട് പങ്കെടുത്തിരുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതിൻ്റെ അർത്ഥം തലനാരിഴക്കാണ് ഇറാൻ രക്ഷപ്പെട്ടത്. ഇറാൻ്റെ ഇൻ്റലിജൻസും IRGCയും ഇതൊന്നും കണ്ടെത്തിയില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇറാൻ തകർന്ന് തരിപ്പണമായേനെ. ഇറാൻ ഈ വിധത്തിൽ അടിച്ചമർത്തിയില്ലായിരുന്നുവെങ്കിൽ, ഈ പ്രക്ഷോഭത്തെ അടിച്ചമർത്തിയില്ലായിരുന്നുവെങ്കിൽ അത് ഒരു വലിയ പ്രശ്നമായി മാറിയേനെ. ഈ അതിശക്തമായ രീതികളാണ് പ്രതിഷേധക്കാരെ നേരിടാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നേരിട്ട് വെടിവെച്ച് കൊല്ലുന്നു, കണ്ണീർ വാതകത്തിന് പുറമെ മറ്റ് അപകടകരമായ മാരകമായ രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നു, പ്രക്ഷോഭകാരികൾ തമ്മിലുള്ള ആശയവിനിമയം തടയാൻ, വിവരങ്ങൾ പുറം ലോകം അറിയാതിരിക്കാൻ ഇൻ്റർനെറ്റ് സേവനങ്ങൾ റദ്ദാക്കുന്നു, പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്നു തുടങ്ങി നിരവധി കണ്ടെത്തലുകൾ ഇതിലുണ്ട്. അതുപോലെ തന്നെ ഖാംനെയിയുടെ ചിത്രം കത്തിച്ച് സിഗരറ്റ് വലിച്ച സ്ത്രീകൾ
കൊല്ലപ്പെടുകയോ അവരെ തടവിലാക്കി വിരലുകൾ വെട്ടിക്കളഞ്ഞു എന്നൊക്കെ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അത് ഇറാനിലെ ശിക്ഷാരീതിയായിരിക്കും. അവരുടെ ആത്മീയ ആചാരനെ അവഹേളിക്കുന്ന വിധത്തിൽ അദ്ദേഹത്തിൻ്റെ ചിത്രം കത്തിച്ച് അദ്ദേഹത്തെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി സംഘടിക്കുന്നവരെ ആ രീതിയിലായിരിക്കും ആ രാജ്യം കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ ഇതിനെ ഈ പലസ്തീൻ വിഷയവുമായിട്ട് കൂട്ടിക്കെട്ടേണ്ട ഒരു ആവശ്യവുമില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം പലസ്തീൻ എന്നത് ഒരു രാജ്യം ആയി അംഗീകരിക്കണം. 2 സ്റ്റേറ്റ് തിയറി എന്ന് പറയുന്ന ആ ഒരു തിയറി അവിടെ നിലനിൽക്കുമ്പോൾ, പലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കണമെന്ന് ലോകം ആവശ്യപ്പെടുമ്പോൾ, ഇസ്രായേൽ എന്ന് പറയുന്ന മറ്റൊരു രാജ്യം അവിടേക്ക് കടന്നു കയറിയിട്ട് ആക്രമിക്കുകയാണ് ചെയ്തത്. അതും ഹമാസിൻ്റെ ആളുകളെ തീർക്കാനെന്ന് പറഞ്ഞുകൊണ്ട് ആ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ കൊന്നൊടുക്കുന്ന വിധത്തിലേക്ക്, കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും തെരഞ്ഞു പിടിച്ചൊരു തലമുറയെ തന്നെ ഇല്ലാതാക്കുന്ന വിധത്തിൽ നടത്തിയ ആക്രമണമാണ് നമ്മളവിടെ കണ്ടത്. ഇവിടെ ഒരു രാജ്യം, ആ രാജ്യത്തിനുള്ളിലെ ആഭ്യന്തര ശത്രുക്കളെ ആ രാജ്യത്തിൻ്റെ ഭരണകൂടവും സൈന്യവുമാണ് ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കിയത്. ഇത് രണ്ടും വ്യത്യാസമുണ്ട്. മറ്റൊരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിലേക്ക് ഇടിച്ചു കയറിയല്ല ഇറാൻ ഇത് ചെയ്തത്. സ്വന്തം രാജ്യത്തെ തകർക്കാനും ആ രാജ്യത്തെ നശിപ്പിക്കാനും ആ രാജ്യത്തിൻ്റെ ആഭ്യന്തര കുഴപ്പങ്ങൾ ഉണ്ടാക്കി ആ രാജ്യത്തിൻ്റെ ഭരണത്തെ തകർക്കാനും ഒക്കെ ശ്രമിച്ചവർക്കെതിരെയാണ്. എന്ന് മാത്രമല്ല, ആയത്തുള്ള അലി ഖാംനയുടെ നേതൃത്വത്തിൽ ഇറാനിൽ പിന്നീട് സംഭവിച്ചത് എന്താണ്? ഈ പ്രക്ഷോഭകാരികളെ അടിച്ചമർത്തിയ ശേഷം അദ്ദേഹം പറയുന്നു, നമ്മുടെ പരമാധികാരവും ആത്മാഭിമാനവും സംരക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഖാംനയുടെ കൂടെ തെരുവിലിറങ്ങിയത്. അതോടുകൂടി പ്രക്ഷോഭകാരികൾക്ക് ഇടം വലം തിരിയാൻ കഴിയാത്ത അവസ്ഥയായി. എന്ന് മാത്രമല്ല, പ്രക്ഷോഭകർ ഇപ്പോൾ പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഞങ്ങളെ ചതിച്ചു എന്നാണ്. കാരണം ഈ ആഭ്യന്തര കലാപത്തിന് എരികേറ്റി അവരെ ഈ പ്രതിഷേധത്തിലേക്ക് ഇറക്കി വിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞങ്ങളുടെ സൈന്യം ഇപ്പോൾ എത്തും എന്ന് പറഞ്ഞ് അവരെ വിഡ്ഢികളാക്കിയത് ട്രംപാണ്. അപ്പോൾ ധാർമ്മികമായി ആ പ്രക്ഷോഭം ആളിക്കത്തിച്ച് ആ ജനങ്ങളെ തെരുവിലിറക്കി അവർക്ക് പണി മേടിച്ചു കൊടുത്തതിൻ്റെ ഉത്തരവാദിത്വം കൂടി ട്രംപ് ഏൽക്കേണ്ടതുണ്ട്. ആലോചിച്ച് നോക്കൂ, എന്തൊരു വല്ലാത്തൊരവസ്ഥയാണ്. ട്രംപ് വലിയ തോതിൽ വെല്ലുവിളികൾ നടത്തി, വീരവാദം നടത്തി, കുറേ ഓഫറുകൾ അവിടുത്തെ പ്രക്ഷോഭകാരികൾക്ക് കൊടുത്തു. അതൊക്കെ വിശ്വസിച്ച ആളുകൾ തെരുവിലിറങ്ങി അവസാനം അവരെല്ലാം മരിച്ചുപോയി. ഇതൊരവസ്ഥയാണെന്ന് നോക്ക് അല്ലേ. വളരെ വേദനാജനകമായ, ദുരന്ത സമാനമായ ഒരവസ്ഥയാണ്. എന്തായാലും ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ റിപ്പോർട്ടിലാണ് ഈ സ്ത്രീകളെയും പുരുഷന്മാരെയും കുട്ടികളെയും ഒക്കെ സൈനികർ ബലാത്സംഗം ചെയ്യുന്നു എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അന്ധരാക്കാൻ ലക്ഷ്യമിട്ട് കണ്ണുകളിലേക്ക് പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിച്ചു എന്ന് പറയുന്നു. ആളുകൾ ഓടി രക്ഷപ്പെടുന്നവരെ പിന്നിൽ നിന്ന് വെടിവെക്കുന്നു എന്ന് പറയുന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ ചാട്ടവാറടിക്ക് വിധേയരാക്കുന്നു, നഖത്തിനിടയിൽ സൂചി കുത്തിക്കയറ്റുന്നു, വിരൽ വെട്ടുന്നു, കഠിനമായ മർദ്ദനത്തിന് വിധേയരാക്കുന്നു. പരിക്കേറ്റവർ ചികിത്സ തേടി ആശുപത്രിയിൽ എത്തുമ്പോൾ പ്രക്ഷോഭകാരികളാണെങ്കിൽ അവിടെ വെച്ച് കൊല്ലുന്നു, അവരെ പിടികൂടി ചിലരെ ജയിലിലിടുന്നു. അങ്ങനെ നിരവധിയായ ശിക്ഷാവിധികളെക്കുറിച്ചൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ പലസ്തീന് നേരെ ഉണ്ടായ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഇതിലും ക്രൂരമായി അവിടുത്തെ കുഞ്ഞുങ്ങളും സ്ത്രീകളും മനുഷ്യരും ഒക്കെ ദുരുപയോഗം ചെയ്യപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്തിരുന്നു എന്നൊക്കെ വാർത്തകൾ വന്നപ്പോൾ ഇപ്പോൾ വിലപിക്കുന്ന ആരും വിലപിച്ചിരുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. എന്തായാലും സാധാരണക്കാരായ മനുഷ്യർ അവർ കൊല്ലപ്പെടുകയും അതിക്രൂരമായ പീഡനമുറകൾക്ക് ഇരയാക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് എന്തിൻ്റെ പേരിലായാലും ഖേദകരമാണ്, അപലപനീയമാണ്. പക്ഷേ ഇവിടെ ഒരു രാജ്യത്തിന് അതിൻ്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിന് വേണ്ടി, ആ രാജ്യത്തിന് അതിൻ്റെ ആത്മാഭിമാനം സംരക്ഷിക്കേണ്ടതിന് വേണ്ടി സ്വന്തം ജനങ്ങൾക്കിടയിൽ നിന്ന് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയവരെയാണ് ഈ വിധത്തിൽ കൈകാര്യം ചെയ്യേണ്ടി വന്നത് എന്ന് ന്യായമുണ്ട്. ഇറാൻ ഭരണകൂടം പറയുന്നത് അങ്ങനെയാണ്. ഇറാൻ ഭരണകൂടം പറയുന്നത് ഈ രാജ്യത്തിൻ്റെ ശിക്ഷാവിധിയാണ് ഞങ്ങൾ നടപ്പാക്കിയത്, പിന്നെ ഞങ്ങൾ അവരെ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? IRGC അടക്കം പറയുന്നത് ഇവരിങ്ങനെ പോയിരുന്നെങ്കിൽ ഈ രാജ്യം തകർത്തേനെ. ആയത്തുള്ള അലി ഖാംനെയ്ക്കെതിരെ പോലും അവർ നീങ്ങിയേനെ. ഒരിക്കലും ഒരു പരമാധികാര രാഷ്ട്രത്തിനുള്ളിൽ ഇത്തരം നടപടികൾ വെച്ചു പൊറപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ഭരണകൂടം അങ്ങനെ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ഇറാൻ്റെ ഭരണകൂടം തങ്ങളുടെ ന്യായം പറയുന്നു, മനുഷ്യാവകാശ സംഘടനകൾ അവരുടെ ന്യായം പറയുന്നു. എന്തായാലും ഭയാനകമായ മരണസംഖ്യയാണ് ഇറാനിൽ നിന്ന് പുറത്തു വരുന്നത്. ഭരണകൂടം അത്രയും വലിയൊരു മരണസംഖ്യയൊന്നും ഇവിടെ ഉണ്ടായതായി അംഗീകരിക്കുന്നില്ല എങ്കിലും മറ്റ് സംഘടനകളും പാശ്ചാത്യ മാധ്യമങ്ങളും ഇത് ക്രൂരമായ കൊലപാതകമാണ്, ഇത്രയും വലിയ മരണസംഖ്യ ഇറാനിൽ ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞ് അതിന് വലിയ തോതിൽ പ്രചാരണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.